മനുഷ്യരെ ചേർക്കുന്ന നിർത്തിത്തീർക്കുന്ന മനുഷ്യരെ മാറോട് ചേർക്കുന്ന മനോഹരമായ ആശയമാണ് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ മനുഷ്യരായി കാണാൻ കഴിയുമ്പോഴാണ് അവർ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. ഈ മനോഹരമായ ആശയമാണ് കേരളക്കരയിൽ മനോഹരമായിട്ട് ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലൂടെ വ്യത്യസ്ത പദ്ധതികളിലൂടെ ഈ സുന്നി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ജനുവരി 1 ആരംഭിക്കുന്ന കേരള യാത്ര മനോഹരമായിട്ട് കേരളത്തിന്റെ തെരുവീതികളിലൂടെ കടന്നു പോകുന്നു. ഒരിക്കൽ കൂടി ആ ചരിത്രം ആവർത്തിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ സുന്നി പ്രസ്ഥാനത്തിന് ഈ പ്രസ്ഥാന കുടുംബത്തിന് ഈ ആശയം കിട്ടിയതെന്ന് നോക്കുമ്പോൾ മദീനയിൽ നിന്നാണ്. വിശ്വപ്രവാചകർ തങ്ങൾ ഒരിക്കൽ വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ വൃദ്ധയായ ഒരു സ്ത്രീ ആ സ്ത്രീ വിരവകിട്ടമായി പ്രയാസപ്പെടുന്നത് കാണാൻ സാധിക്കുകയുണ്ടായി. ആ സമയത്ത് തന്റെ മനോഹരമായ ശിരസിലേക്ക് ആ വിരലുകൾ കയറ്റി വെച്ചുകൊണ്ട് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ഡെസ്റ്റിനേഷനിലേക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചപ്പോൾ ആ സ്ത്രീ വൃദ്ധയായ ആ അമ്മ പറയുന്നുണ്ട്, മോനെ ഇവിടെ ഒരു കള്ളപ്രവാസനം ഇറങ്ങിയിട്ടുണ്ട്, മുഹമ്മദ് എന്നാണ് പേര്. ആ മുഹമ്മദിന്റെ കിണിയിൽ മോനെ പെട്ടുപോകരുത് എന്നുള്ള സമ്മാനമായിട്ട് ആ വൃദ്ധങ്ങൾക്ക് തിരുദൂതർക്ക് അതാണ് സമർപ്പിക്കുന്നത്. ആ സമയത്ത് വിശുദ്ധ പ്രവാസികർ പുഞ്ചിരിച്ചുകൊണ്ട് ആ വൃദ്ധയായ അമ്മയോട് പറയുന്നുണ്ട്, ഓ എന്താ നിങ്ങൾ പ്രതിപാദിച്ച നിങ്ങൾ പ്രസ്താവിച്ച ആ മുഹമ്മദ് ഞാനാണെന്ന് പറയുന്ന സമയത്ത് ആ ഉമ്മയുടെ മനസ്സിൽ വരുന്ന മാനസാന്തരം ചരിത്രത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആ ഉമ്മ വിശുദ്ധ ഇസ്ലാമിന്റെ ഷഹാദത്ത് കലിമ തുടർന്നുകൊണ്ട് ഈ വിശുദ്ധ മതത്തിലേക്ക് വിശുദ്ധ ആശയത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യനെ മാറോട് ചേർത്ത് വെക്കുന്ന അവരാരായാലും ഏത് മതക്കാരായാലും മതമില്ലാത്തവരായാലും അവർക്ക് ആവശ്യമായ വേദനകളെ എത്തുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് ആ വിശുദ്ധ മതത്തിന്റെ മനോഹരമായ ആശയങ്ങൾ നമുക്ക് പകർന്നുള്ളത് വിശ്വദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മനോഹരമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ കാന്തപുരം ഉസ്താദ് കേരളത്തിൽ ഒരുപാട് ചർച്ചകൾക്ക് വേദിയായ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമുക്കറിയാം. ഒരു ക്രൈസ്തവ സ്ത്രീയുടെ മതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ യമൻ ഭരണകൂടവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളുകളുമായി സംസാരിക്കുകയും അതിനുവേണ്ട ഇടപെടലുകൾ നടത്തുകയും ചെയ്തത് കേരളത്തിലെ മൊത്തം മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എവിടെ നിന്നാണ് കാന്തപുരം ഉസ്താദിന് ഈ ഒരു ആശയം കിട്ടിയതെന്ന് കേൾക്കുന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ പേടുകളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വിശുദ്ധ ഇസ്ലാം എന്ന് വെക്കുന്നത് മനുഷ്യൻ പ്രമേയമായിട്ടുള്ള ചരിത്രങ്ങളാണ്, മനുഷ്യൻ പ്രമേയമായ ആശയങ്ങളാണ് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യനെ മനുഷ്യരായി കാണാൻ അതേത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും തന്റെ മതത്തിന്റെ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആശയാദർശങ്ങളെ ഏറ്റവും ചേരാതെ അനുജീവത്തെ പകർത്തിക്കൊണ്ട് തന്നെ മറ്റു മതങ്ങളോട് സഹിഷ്ണുതയോടുകൂടി സമഭാവനയോടുകൂടി സമവർത്തിത്വത്തോടുകൂടി മനോഹരമായി ഇടപെടുന്ന ഏറ്റവും മനോഹരമായ ആശയങ്ങൾ കേരളക്കരയിലേക്ക് സമർപ്പിച്ചപ്പോൾ ഈ പ്രസ്ഥാനത്തിന് കിട്ടിയ അംഗീകാരം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ സമയത്ത് ഏർപ്പെടുത്താറുള്ളത് വരുന്ന കേരള യാത്രയിലും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം കഴിഞ്ഞ കേരള യാത്രകളിലൊക്കെ മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന പ്രമേയമാണ് മുന്നോട്ട് വെച്ചത്. മനുഷ്യ മനസ്സുകളെ കോർത്തു വെക്കാനെന്നായിരുന്നു ഒന്നാം കേരള യാത്രയുടെ പ്രമേയമെങ്കിൽ രണ്ടാമത്തെ കേരള യാത്രയുടെ പ്രമേയം മാനവികതയെ ഉണർത്തുന്നു എന്ന മനോഹരമായ ആശയമായിരുന്നു. മൂന്നാം കേരള യാത്രയിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യർക്കൊപ്പം എന്ന മനോഹരമായ ആശയമാണ്. മനുഷ്യരോട് ചെറിയൊരുക്കുന്ന ജീവിതത്തിന് മാത്രമേ സാർത്ഥകമായ ജീവിതം കൈവരിക്കാനാവൂ, അവന്റെ ജീവൻ സഫലമായി എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളക്കരയിലെ മുഴുവൻ മനുഷ്യരിലേക്കും ഈ ആശയത്തെ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് കേരള യാത്ര വരാനിരിക്കുന്നത്. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മനുഷ്യരോടും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഏത് മതക്കാരായാലും അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് മനുഷ്യന്റെ ദോഷങ്ങളെയും പ്രയാസങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നിരവധി പദ്ധതികളാണ് ഈ 100 വർഷത്തിനിടയ്ക്ക് സമസ്ത കേരള ജമിയത്തുകളിൽ നടപ്പാക്കിയത്. വിദ്യാഭ്യാസ രംഗത്ത് അനവധി പദ്ധതികൾ നമുക്ക് കാണാൻ സാധിക്കും. വൈജ്ഞാനിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാമൂഹിക രംഗത്ത് തുടങ്ങി സാന്ത്വന പ്രവർത്തനങ്ങളിൽ കേരളക്കരയിൽ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് RCC കെട്ടിടത്ത് അതിമനോഹരമായ ഒരു ബിൽഡിംഗ് പണിതുകൊണ്ട് RCC-യിലെത്തുന്ന ക്യാൻസർ രോഗികളോട് കൂടെ കുടിയിരിപ്പിന് വേണ്ടി വരുന്ന ആളുകൾക്ക് ഏറ്റവും മനോഹരമായി വിശ്രമിക്കാനുള്ള സംവിധാനമാണ് കോടിക്കണക്കിന് പൈസ ചെലവഴിച്ചുകൊണ്ട് കേരളക്കരയുടെ ഭാഗത്ത് കേരളത്തിന്റെ
അങ്ങനെ വ്യത്യസ്ത മെഡിക്കൽ കോളേജുകളിൽ വ്യത്യസ്ത സംവിധാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് സാന്ത്വന പ്രവർത്തന രംഗത്ത് ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ഈ ജനതയെ നയിക്കാൻ സുന്നി യുവജന സംഘവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴടകങ്ങളും മനോഹരമായി കേരളത്തിന്റെ തെരുവിൽ എന്നുമുണ്ടെന്ന യാഥാർത്ഥ്യം ഈ നെയ്ത്തുവാക്കിലൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന കേരള യാത്രയെ ആ ഒരർത്ഥത്തിൽ മനുഷ്യരോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. എല്ലാ മനുഷ്യരിലേക്കും സമാധാനത്തിന്റെയും സന്ദേശത്തിന്റെയും ഏറ്റവും നല്ല സഹിഷ്ണുതയുടെയും സമഭാവനയുടെയും മനോഹരമായ ആശയങ്ങളാണ് പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ പേരിലോ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിലോ വർഗത്തിന്റെയോ വംശത്തിന്റെയോ ഭാഷയുടെയോ പേരിൽ തമ്മിൽ പേരടിക്കേണ്ടവരല്ല ഒരു വിശ്വാസി എന്ന മനോഹരമായ ആശയമാണ് വിശ്വാസികൾക്ക് നിരന്തരമായി ഈ പ്രസ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചേർന്ന് നിൽക്കണം, നമ്മൾ തോളോട് തോൾ ചേർന്നുകൊണ്ട് ജീവിക്കണം. നമ്മുടെ കഴിഞ്ഞകാല ചരിത്രങ്ങളെല്ലാം നമുക്ക് പകർന്നു തന്ന മനോഹരമായ ആശയം അതാണ്. നമ്മുടെ തൊട്ടടുത്ത് അമ്പിയിറങ്ങുന്ന കുത്തുബുസ്സലാം അസ്സൈദാലവിയിൽ നമ്പുറമി നമ്പറങ്ങൾ ഈ മണ്ണിന് പകർന്നു നൽകിയ സമ്മാനം, ഈ മണ്ണിനെ പകർന്നു നൽകിയ സംഭാവന മനുഷ്യർ ചേർന്ന് നിൽക്കണമെന്ന ആശയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കാമിലേക്ക് ഇന്നും അബസ്രീയുടെ എഴുത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ചത്? നമ്മുടെ തങ്ങൾ എല്ലാ മതക്കാരെയും ചേർത്ത് നിർത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എന്നാൽ അവിടെ പ്രയാസമായി എത്തുന്നവർക്ക് മുമ്പിൽ നമ്മുടെ തങ്ങൾ മതം മാറാനല്ല നിർദ്ദേശിച്ചത്. അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നേടാനാണ് നമ്മുടെ തങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിച്ചത്. ആ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായ ഇസ്ലാമിന്റെ പാഠങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വരും കാലങ്ങളിൽ മനുഷ്യനായി ജീവിക്കാൻ, മനുഷ്യനോട് ചേർന്ന് ജീവിക്കാൻ, മനുഷ്യരെ ചേർത്ത് നിർത്താൻ ഈ പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ നൈറ്റ് വാക്കിൽ അണിനിരുന്ന മുഴുവൻ